ഹായ്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പ്രശ്നമൊന്നുമില്ല. അവന് തലയിലും പിന്നെ കാലിലും കൈയിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ മുടിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുവരാൻ വന്നതാണ്. ഡോക്ടർ വൈകിട്ടേ വരുള്ളൂ പറഞ്ഞു. അപ്പോൾ ഇവൻ ഗേറ്റിൻ്റെ മുകളിൽ വാതിലിൻ്റെ മുകളിലൊക്കെ കയറി നിൽക്കുന്നുണ്ട്. ഒരു വാതിലാണത് കേട്ടോ. ഞങ്ങൾ 8:30 ആകുമ്പോൾ അവിടെ ചെന്നു. പക്ഷേ ഡോക്ടർക്ക് വരുന്നത് 9 o'clock അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ നടത്തി വെച്ചു അവന് ആ സ്ഥലങ്ങളൊക്കെ ഇഷ്ടമായി. കുറേ ഇലകളും കമ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ എടുത്തിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് 9 മണിയായപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ അവിടെ അടിച്ചു വാരിക്കൊണ്ടിരുന്ന ഒരു ചേച്ചിയുടെ ചൂലൊക്കെ കടിക്കാൻ പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എടുത്ത് മാറ്റിയതാണ് അവനെ. അത് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ ടോക്കൺ വന്നപ്പോൾ അവിടെ ഇരുന്ന് അവിടത്തിൽ കൂടെ പോയിക്കൊണ്ടിരുന്ന നായ്ക്കളെല്ലാം കുറച്ച് അവൻ പേടിപ്പിച്ചു. പക്ഷെ നായ്ക്കളൊന്നും പേടിച്ചില്ല, ഞങ്ങളും പേടിച്ചില്ല. അവൻ ഈ സമയങ്ങളിലൊക്കെ ഇങ്ങനെ പേടിക്കുള്ളൂ. കണ്ട ആ ബ്ലാക്ക് നായ്ക്കുട്ടീനെ അവൻ പേടിപ്പിക്കുക. എനിക്ക് ശരിക്കും അത് കണ്ടപ്പോൾ നല്ല വിഷമമായി കേട്ടോ. നല്ല ടയേർഡായിരുന്നു. കുറച്ച് നേരം ഉറങ്ങി അവൻ. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കൊടുത്തിട്ട് ഞങ്ങളും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അവൻ്റെ മരുന്നൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവന് ഇൻജക്ഷൻ എടുക്കാനാണ് കേട്ടോ പോയത്. ഇൻജക്ഷൻ എടുക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു കാര്യം കൂടെ പറയാമെന്ന് തോന്നി. പിന്നെ ഒരു സോപ്പൊക്കെ വാങ്ങിക്കാനുണ്ട്, അവൻ്റെ ഒരു സോപ്പ്. പിന്നെ അവനിതൊക്കെ ഒന്ന് തേച്ച് കൊടുത്തു. അവന് ഒരു തലയുടെ അവിടെ ഒരു ഭാഗത്തും പിന്നെ ഈ ഒരു ഭാഗത്തും കണ്ടോ, വായയുടെ അവിടെയും ഞാൻ തേച്ച് കൊടുത്തു. പിന്നെ കാതിൻ്റെ അവിടെയും കൂടെ തേച്ച് കൊടുത്തു കേട്ടോ. ബൈ.